മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പാർപ്പിട പദ്ധതിക്കായി കല്ലിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും കോൺഗ്രസ് പണി തുടങ്ങിയില്ല. കുന്നമ്പറ്റയിലെ ഭൂമിയിൽ പണി തുടങ്ങിയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി. ഡി. സതീശൻ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടത്. എന്നാൽ പണി തുടങ്ങിയിട്ടില്ലെന്ന് മാത്രമല്ല, പാർപ്പിട നിർമ്മാണത്തിന് വേണ്ട അനുമതിക്കായി ആരും അധികൃതരെ സമീപിച്ചിട്ടില്ലെന്നുമാണ് റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ഫെബ്രുവരി 26-നാണ് ഭവന പദ്ധതിക്കായി കോൺഗ്രസ് തറക്കല്ലിട്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നായിരുന്നു തറക്കല്ലിടൽ. 6 മാസത്തിനുള്ളിൽ 100 വീടുകൾ പൂർത്തിയാക്കുമെന്നായിരുന്നു കോൺഗ്രസ് അവകാശവാദം. ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിക്കാനാണ് കോൺഗ്രസിന്റെ പദ്ധതി. എന്നാൽ തറക്കല്ലിട്ട കുന്നമ്പറ്റയിലെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന്റെ ഒരു സൂചന പോലുമില്ല. മേപ്പാടി പഞ്ചായത്ത് അധികൃതരോട് ഇതുവരേക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആരും അനുമതി തേടിയിട്ടില്ല. വാങ്ങിയ സമയത്ത് സസ്യങ്ങളും മറ്റുമെല്ലാം മാറ്റി ഭൂമി നിരപ്പാക്കിയിരുന്നു. എന്നാൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടത്തിയിട്ടില്ല. മേഖല ഇപ്പോൾ സ്ഥിരമായി ആനകൾ വരുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. 8 സെന്റ് ഭൂമിയിൽ 1041 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. ഇതിൽ 3 കിടപ്പുമുറികൾ, വിശാലമായ ലിവിംഗ് റൂം, പ്രകൃതിദത്തമായ വെളിച്ചവും കാറ്റും ഉറപ്പാക്കുന്ന അകത്തളങ്ങളും ഉണ്ടാകും. ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലാണ് വീടുകളുടെ രൂപഘടന. ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി താമസക്കാർക്ക് അധിക വരുമാനം ഉറപ്പാക്കാൻ പുറത്തുനിന്ന് തന്നെ പ്രവേശിക്കാവുന്ന കോണിപ്പടികൾ ഈ വീടുകളുടെ സവിശേഷതയാണ്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM നേതാവ് M. സ്വരാജ്. കോൺഗ്രസ് ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് മോഷ്ടിക്കുന്നുവെന്നും രാഷ്ട്രീയക്കാർക്കിടയിലെ ശവം തൂക്കുകാരാണ് കോൺഗ്രസുകാരെന്നും സ്വരാജ് പറഞ്ഞു. കല്ലിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും കോൺഗ്രസ് ഭവന പദ്ധതികളുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തതിനെതിരെയായിരുന്നു സ്വരാജിന്റെ വിമർശനം. കോൺഗ്രസിന്റെ വീടുകൾ പണിയാൻ ഇപ്പോൾ വാങ്ങിയ സ്ഥലം മതിയാകുമോ എന്നും സ്വരാജ് ചോദിച്ചു. കോൺഗ്രസ് വീടുകളുടെ പണി തുടങ്ങി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്നാൽ കെട്ടിട നിർമ്മാണത്തിന് അനുമതി തേടി അപേക്ഷ പോലും നൽകിയിട്ടില്ല. സർക്കാർ ഭൂമി നൽകാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് സതീശൻ പറയുന്നു. എന്നാൽ ഒരാളും സർക്കാരിനോട് സ്ഥലം ചോദിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദുരന്തബാധിതരുടെ പേരിൽ കോൺഗ്രസ് പണം പിരിച്ച് മോഷ്ടിക്കുകയാണെന്നും സ്വരാജ് പറഞ്ഞു.